ഇതിപ്പോ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും വണ്ടിപ്പണി എന്ന് പറഞ്ഞ അവസ്ഥ കിട്ടാ. നമ്മുടെ വണ്ടി ഇപ്പൊ കൊടുക്കണ്ടോന്നാണ് എല്ലാവരും നമ്മുടെ അടുത്ത് ഒന്ന് ചോദിക്കണത്. സംഭവം നമ്മുടെ വണ്ടി ഇച്ചിരി പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി കയറ്റിട്ടേക്കാണെങ്കിൽ പോലും നമ്മൾ വണ്ടി കൊടുക്കണതിനെ പറ്റി ഒന്നും ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല കേട്ടാ. തൽക്കാലം എന്തൊക്കെ പറഞ്ഞാലും പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ലല്ലോ കുതിക്കാനല്ലേ എന്ന പോലെ തന്നെ നമ്മുടെ വണ്ടി നല്ല വൃത്തിയായിട്ട് പണിതിറക്കൂട്ടാ. നമ്മുടെ വീഡിയോ കാണുന്ന കൊച്ചുമക്കൾ മുതൽ വലിയ ചേട്ടന്മാർ വരെ നമ്മളെ അടുത്ത് ചോദിക്കാറ് നമ്മുടെ ജീപ്പിനെ പറ്റിയിട്ടാണ് കേട്ടാ. അതുപോലെ തന്നെ ഇടയ്ക്ക് വണ്ടിയിൽ വന്ന് നോക്കുമ്പോൾ പണ്ട് എപ്പോഴോ മേടിച്ച കുറച്ച് ഐറ്റംസ് ഒക്കെ വണ്ടിയിൽ കിടക്കുന്നത് കാണാൻ പറ്റണത് കേട്ടാ. വണ്ടിക്ക് കാവലായിട്ട് കിട്ടുന്നുള്ളതുകൊണ്ട് നമ്മൾ സാധനങ്ങളൊന്നും വണ്ടിയിൽ നിന്ന് എടുക്കാറില്ല, ടൈൽ തന്നെയാണ് വെക്കാറ്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് അന്വേഷിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്ലെൻഡറിന്റെ റീസ്റ്റോറേഷൻ പരിപാടികൾ എന്തായെന്നാണ് കേട്ടോ. ഇപ്പൊ തൽക്കാലം അതൊന്ന് നിർത്തി വെച്ചേക്കാണ്. കുറച്ച് പാർട്സും കാര്യങ്ങളൊക്കെ ഇനിയും വരാനുണ്ട്. അതും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി പരിപാടികൾ വീണ്ടും തുടങ്ങും. അതും കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ എൻ്റെ അനിയനും വേറൊരു കാര്യം കണ്ടത്. സംഭവം വേറെ ഒന്നല്ല, മേലെ കൂടെ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഞാൻ എൻ്റെ അനിയനും കൂടി അത് നോക്കി നിൽക്കായിരുന്നു കേട്ടോ കുറെ നേരം. അതുപോലെ തന്നെ വേറൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബമ്പറിന്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് വണ്ടി തന്നിട്ടാ. പക്ഷെ ഇത്തവണ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അതേസമയം നമുക്കൊരു സർപ്രൈസ് ആയിട്ട് നമ്മുടെ വീട്ടിലെ പട്ടിക്കുട്ടി ചെങ്ങലയും പൊട്ടിച്ചോടിയിട്ടാ. തൽക്കാലം ഒരു കയറെടുത്ത് കെട്ടി നിർത്തിയിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ പട്ടിക്കുട്ടിക്ക് വേണ്ട ചെങ്ങലയും കാര്യങ്ങളൊക്കെ മേടിക്കാൻ ഇറങ്ങിയിട്ടാ. ഈ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന പോലെയുള്ള ടാപ്പറച്ചിൽ നിർത്തണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പറ്റണില്ല കേട്ടാ. അങ്ങനെ നമ്മൾ പട്ടിക്കുട്ടിക്ക് വേണ്ട ബെൽറ്റും ചെയിനൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നോട്ടാ. വന്ന പാടെ തന്നെ മൂപ്പര് വീണ്ടും കയറൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കിടപ്പുണ്ടായിരുന്നു. പുതിയ ചെയിനും കാര്യങ്ങളൊക്കെ കിട്ടിയതിന്റെ ഒരു ചെറിയ അഹങ്കാരം നമ്മുടെ പട്ടിക്കുട്ടിയുടെ മുഖത്ത് കാണാണ്ടിട്ട്. അതിന്റെ ഒരു ചെറിയ അഹങ്കാരമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നെന്തോ ഭാഗ്യത്തിന് വലിയ കാര്യമായിട്ടുള്ള മഴയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അതേസമയം എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എനിക്ക് കൈ നിറയെ ഹോട്ട് വീൽസ് കൊണ്ടുവന്നിട്ടാ. ഞാൻ വിചാരിച്ചു ഇയാൾക്ക് എന്തോ പ്രാന്തായിരുന്നു. പക്ഷെ സംഭവം ഇത് എനിക്ക് സൂക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാൻ ഒരുപാട് മോഹിച്ചു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതൊക്കെ കണ്ട ഞാനും ഹാപ്പി, ഇത് കണ്ട നിങ്ങളും ഹാപ്പി.